നമുക്ക് അറിയേണ്ടിയിരുന്നത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു അനാലിസിസാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എല്ലാവരുടെയും ഇൻ്റർപ്രിട്ടേഷൻ കേട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വാല്യുവേഷൻ നടത്തും. അതായിരിക്കും നമ്മൾ റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് പിന്നീട്. മണ്ണിടിച്ചുണ്ടായി കഴിഞ്ഞിട്ട് 15 ദിവസമായി. ഇപ്പോൾ ഇപ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ട് വിദഗ്ധ സമിതിക്ക് ആദ്യം ഈ സ്ഥലം കണ്ടു, അതിനുശേഷം എന്താണ് ഇപ്പോൾ കാണുന്നത്? പ്രാഥമികമായിട്ട് എന്താണ് അങ്ങനെ പ്രാഥമികമായിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയാൻ ഇത്തിരി പ്രയാസമാണ്. നമുക്ക് അവിടെ നമ്മുടെ ഓൺ സ്ഥലത്ത് പോയിരുന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ അത് ആളുകൾ വളച്ചൊടിക്കും. നമുക്ക് ഡിപ്പെൻസ് അത് ഗവൺമെൻറ് വിചാരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഇത് ഇവരെയൊക്കെ വളരെ സഹകരിച്ചു, എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനിത് ഇപ്പോഴാണ് ആദ്യമായിട്ട് സ്ഥലം കാണുന്നത് നടന്ന സംഭവത്തിൽ. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കും. റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യത ഒരു മാസത്തിനുള്ളിൽ ചെയ്യും. എന്തോ ഈ സംഭവം നടന്നിട്ട് ഒരു മാസം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കാര്യമായതുകൊണ്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. മാലിന്യം മാറ്റേണ്ട കരാർ കമ്പനിയാണല്ലോ. ഇനിയും മാലിന്യം ഇനിയും മാറ്റിയിട്ടില്ല. ശരിക്കും കരാർ കമ്പനിയുടെ ഭാഗത്തൊന്നും അത് പെട്ടെന്ന് തന്നെ വേണ്ടതല്ലേ? ഇതുവരെയും നടന്നിട്ടില്ല. മാലിന്യം ഇപ്പോഴും കിടക്കുന്നു. അല്ല, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങളൊക്കെ ഇവിടെയുള്ള ഡിസ്ട്രിക്ട് കളക്ടറും അവരുടെ ആൾക്കാരും തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം മാറ്റേണ്ടതാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ടൈം ലൈൻ എന്താണ്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അവർ നിശ്ചയിക്കേണ്ടത്. അതെ, എല്ലാം ഈ റിപ്പോർട്ട് ഇതെല്ലാം പരിശോധിച്ച ശേഷം ചെയ്യുള്ളൂ. ഇവർ പറഞ്ഞത് ഞങ്ങൾ കേട്ടു. നമ്മുടെ വേറെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടുകളൊക്കെ നോക്കി അതിന് അടിസ്ഥാനത്തിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ്. അതെ, തീർച്ചയായിട്ടും. ഇവരാണല്ലോ ഇതിന്റെ കാര്യങ്ങൾ. കമ്പനിയുടെ ഭാഗത്ത് അശാസ്ത്രീയമായ നിർമ്മാണം നേരത്തെ GSA ഒക്കെ വന്ന് പരിശോധന നടത്തിയിരുന്നു എന്ന് പറയുന്നു. മുകളിൽ ഒരു വൈഡനിങ് ടെൻഷൻ ക്രാക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിലൊരു വാൾ ഉണ്ടാക്കിയതുകൊണ്ടുണ്ടായ അപകടമാണ് എന്നുള്ളത് ഇപ്പോൾ പറയാൻ പ്രയാസമാണ്. കാരണം നമ്മളത് മുഴുവൻ നോക്കിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അത് ടു ഏർലി ടു സേ ഒരു ജഡ്ജ്മെൻറ്റിൽ നമുക്ക് എത്താൻ പ്രയാസമായി. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കൂടിയിരുന്ന നമ്മുടെ മറ്റേ മെമ്പേഴ്സൊക്കെ ഉണ്ട്. അവർ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഒരു ഒബ്ജക്റ്റീവായിട്ടൊരു കഴിയുന്നത്ര ഒരു ഒബ്ജക്റ്റീവ് അനാലിസിസ് ചെയ്യണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും പരിശോധിക്കും. ഇന്ന് കമ്പനിയുടെ വാദമാണോ പ്രധാനമായിട്ട് കേട്ടിട്ടുള്ളത്? അതെ, ഇന്ന് പൂർണ്ണമായിട്ട് കമ്പനിയുടെ വാദമാണ് കേട്ടത്. കമ്പനിയുടെ വാദം ഞാൻ പറയില്ല. അവരിവിടെ നടന്ന അവരുടെ ഒരു പെർസ്പെക്റ്റീവിലുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവരുടെ വാദം അല്ലെങ്കിൽ അവർക്ക് ആവശ്യ രീതിയിൽ പറഞ്ഞോ ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ പറയാനുള്ള അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ ടീമിൽ. ഞങ്ങളുടെ ഇപ്പം ഭൗമശാസ്ത്രത്തിലുള്ള ആൾക്കാരുണ്ട്, എക്കോളജിയിലുള്ള ആൾക്കാരുണ്ട്, ഹൈഡ്രോളജിയിലുള്ളവരുണ്ട്, പിന്നെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ടണൽ എഞ്ചിനീയറിങ്, അതൊക്കെ ചെയ്യുന്നവരെല്ലാം ഉണ്ട്. അപ്പോൾ പഴയ കമ്മിറ്റിയിൽ നിന്നും കുറച്ചും കൂടെ വലുതാക്കിയവർ എല്ലാവരും ചേർത്തിട്ട്. അപ്പോൾ പാലക്കാട് IIT നിന്നൊക്കെ ഉള്ളവരുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഒരു ദിവസം കൂടെ ഉണ്ടാവും. നാളെ പോകുന്ന പോക്കിൽ മറ്റേ കാലിക്കറ്റ് ഭാഗത്തുള്ള കോഴിക്കോട് ഭാഗത്തുള്ള ആ ഭാഗം കൂടെ നോക്കിയിട്ടൊന്ന് പോകാനുള്ളതാണ്. സാർ, ഇപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ നിർമ്മാണ പ്രവൃത്തി കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമാണോ? പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. അതെ, അതിപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ എന്താണ് മനസ്സിലായത്? നോക്കിയപ്പോൾ എന്താ മനസ്സിലായത്? ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നിർമ്മാണ പ്രവർത്തനം നോക്കിയപ്പോൾ പറയാം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമ്മളിപ്പോൾ ഒരു സയൻറ്റിഫിക് അനാലിസിസ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒക്കെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വിശദമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ശരിയായ രീതിയിൽ ഒരു നടപടി ആയിരിക്കും.